അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് തുടരാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്താണ് ഹജ്ജ് എന്നും എന്തിനാണ് ഹജ്ജ് എന്നതുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഹജ്ജ് എന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് മാറ്റാം. 3 രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാം എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. 3ഉം കൂടെ പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണഗതിയിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ നിർവഹിക്കുന്ന ഹജ്ജിൻ്റെ രൂപം തമത്തു ആയ ഹജ്ജിൻ്റെ രൂപമാണ്. തമത്തു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ കർമ്മം നിർവഹിച്ച് മുടിയെടുത്ത് തഹല്ലുലായ ശേഷം ദുൽഹിജ്ജ 8 വരെ കാത്തിരുന്ന് സാധാരണ ജീവിതം സുഖജീവിതം നയിച്ച് ദുൽഹിജ്ജ 8 വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന രീതിക്കാണ് തമത്തു ആയ ഹജ്ജ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന ആളുകൾ ഹജ്ജിൻ്റെ ഭാഗമായി ബലി അറക്കുകയും ചെയ്യണം. അപ്പോൾ ആ രൂപം മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉംറ കർമ്മത്തിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിൽ ചെന്ന് ഉംറ നിർവഹിച്ച് മുടിയെടുത്ത് ഇഹ്റാമിൽ നിന്ന് മോചിതമായി സാധാരണ വേഷമൊക്കെ ധരിച്ച് സാധാരണ ജീവിതം നയിച്ച് മക്കയിലോ മദീനയിലോ കഴിച്ചു കൂട്ടുകയും ദുൽഹിജ്ജ 8 വീണ്ടും ഹജ്ജിന് വേണ്ടി രണ്ടാമത് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന രീതിക്കാണ് തമത്തു ആയ രീതി എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഇതാണ് എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ തമത്തു ആയ രീതിയാണ് നമ്മൾ ചെയ്യുക. ആ രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഏത് പറയേണ്ടി വരും? ഉംറ പറയേണ്ടി വരും. ഓക്കെ, ആദ്യം നമ്മൾ എന്തായിരിക്കും? ഉംറ ആയിരിക്കും. ഇപ്പോൾ ഉംറ നിർവഹിച്ച ആളുകളാണ് ഈ മഹാഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. നിങ്ങൾ കൂടി ഒന്ന് സഹകരിക്കുക. ഞാൻ മാത്രം പറഞ്ഞ് ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും. ഓക്കെ, ശരി. ഹജ്ജും ഉംറയും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട് അല്ലേ? എന്തൊക്കെ വ്യത്യാസം? ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഹജ്ജിൻ്റേതായ സമയങ്ങളുണ്ട്. ആ ദിവസങ്ങളിലേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഉംറയോ? ഉംറക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമില്ല. ഉംറ ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് പോയാലും നമുക്ക് ഉംറ നിർവഹിക്കാൻ പറ്റും. പിന്നെ ഹജ്ജ് ഉംറയും തമ്മിലുള്ള വേറെ വ്യത്യാസം എന്തൊക്കെയാണ്? പറഞ്ഞോളൂ. ഉംറയിൽ ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും ഇല്ല. ശരിയാണ്, ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും. ഏതൊക്കെ കർമ്മങ്ങളില്ല? മിന ഇല്ല, മുസ്ദലിഫ ഇല്ല, അറഫ ഇല്ല, പിന്നെ ഏറില്ല, അറവില്ല. പിന്നെ എന്താണ് ഉംറയിലുള്ളത്? ഉംറയിൽ എന്താ ഉള്ളത്? ഉംറയിലുള്ളത് തവാഫുണ്ട്, സഅയുണ്ട്, മുടിയെടുക്കലുണ്ട്. അതിന് മുമ്പ് ഒന്നുണ്ടല്ലോ. എന്താണ്? ഇഹ്റാമുണ്ട്. അപ്പോൾ ഇഹ്റാം, തവാഫ്, സഅയ്, മുടിയെടുക്കൽ, ഇതാണ് ഉംറയിലുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത്. എന്ത്? രണ്ടരക്കായത്ത് നമസ്കാരം തവാഫിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന സംഗതിയാണ്. തവാഫിൻ്റെ കൂടെ ചെയ്യേണ്ട സംഗതിയാണ് രണ്ടരക്കായത്ത് നമസ്കാരം. അത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഏതായാലും ഈ 4 കർമ്മങ്ങളാണ് സാധാരണ ഉംറയുടെ കർമ്മങ്ങളായിട്ട് പറയാറുള്ളത്. ഏതൊക്കെ? ഇഹ്റാം, തവാഫ്, സഅയ്, മുടിയെടുക്കൽ. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ. ഒന്നാമത്തേത് ഏതാണ് ഇതിൽ വരിക? ഇഹ്റാമാണ് അല്ലേ? ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെയ്യത്തോ? നെയ്യത്തിനെയാണോ ഇഹ്റാം എന്ന് പറയാ? പിന്നെ ഈ വാക്ക് ഹജ്ജിലോ ഉംറയിലോ അല്ലാതെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോ? നമസ്കാരത്തിൽ. ഓക്കെ. എവിടെയാണ് നമസ്കാരത്തിൽ ഇഹ്റാം ഉള്ളത്? തക്ബീറത്തുൽ ഇഹ്റാം. ഏത് തക്ബീറിനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക? റുക്കൂയിലേക്ക് പോകുന്ന തക്ബീറിന് പറയോ? ഇല്ല. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് പറയോ? ഇല്ല. ഏതിന്? ആദ്യത്തെ തക്ബീറിന്. അഥവാ നമസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന തക്ബീറിനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നയാൾക്ക് അതുവരെ അനുവദനീയമായിരുന്ന ചില സംഗതികൾ താൽക്കാലികമായി നിഷിദ്ധമാക്കപ്പെടും, ചെയ്യാൻ പറ്റില്ലാത്തതാകും. മനസ്സിലായോ? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത് വരെ അയാൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, പാട്ട് പാടാം, ചിരിക്കാം, ഓടാം, ചാടാം ഒക്കെ ചെയ്യാം. അതിനൊന്നും വിലക്കില്ല. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അടക്കത്തോടെ ഒതുക്കത്തോടെ വേണം നമസ്കാരത്തിന് നിൽക്കാൻ എന്നുള്ളതാണ്. പിന്നെ അയാൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, പാട്ടുപാടാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല. അയാൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, അയാൾ ഇഹ്റാമിലാണ്. എന്നതുപോലെ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടുന്ന ഒരാൾ ആ കർമ്മത്തിന് വേണ്ടി തയ്യാറായി അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോൾ അയാൾ സ്വീകരിക്കുന്ന ഒരു കർമ്മമാണ് എന്തെന്ന് പറയുന്നത്? ഇഹ്റാം എന്ന് പറയുന്നത്. അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക? മീഖാത്ത്. അതെല്ലാവർക്കും അറിയാം, പഠിച്ചിട്ടുണ്ടാവും. മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. എന്താണ് ഈ മീഖാത്ത് എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? മീഖാത്ത്, മീഖാത്ത് ശരിക്കത് മിവക്കാത്താണ്, വക്താണ്. വക്ത് എന്ന് പറഞ്ഞാൽ സമയം, നിശ്ചയിക്കപ്പെട്ട സമയം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലം എന്നാണ് മീഖാത്തിൻ്റെ അർത്ഥം. നിശ്ചയിക്കപ്പെട്ട സമയം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലം. ഈ ഹജ്ജ് ക്ലാസ്സിൻ്റെ മീഖാത്ത് ഇവിടെയാണ്, ഈ ഹാളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ സമയം പറയാം, മീഖാത്ത്. അപ്പോൾ ഹജ്ജിനോ ഉംറക്കോ വരുന്ന ഒരാൾ ഹറമിൻ്റെ നിശ്ചിതമായ ദൂരത്തിനപ്പുറത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് സാങ്കേതികമായി മീഖാത്ത് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ മീഖാത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. യലംലമാണ് ഇന്ത്യക്കാരുടെ മീഖാത്ത്, ഇതൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് ആ സ്ഥലങ്ങളുടെ പേരൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് മിക്കവാറും ത്വായിഫിൻ്റെ മുകളിലൂടെയായിരിക്കും വിമാനത്തിൽ പോകുക. അപ്പോൾ ത്വായിഫുകാരുടെ മീഖാത്തായിട്ടുള്ള കർണുൽ മനാസിൽ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് അസൈലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക, അതൊരു നിബന്ധന കൂടിയാണ് കേട്ടോ. ഏതുപോലെ നമസ്കാരത്തിന് സമയമാവുക എന്നൊരു നിബന്ധനയുണ്ടല്ലോ. രാവിലെ ഒരു 11 മണിക്ക് പോയിട്ട് ദുഹർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നതുപോലെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ നിന്നാണ്? മീഖാത്തിൽ നിന്നാണ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പലപ്പോഴും ആളുകൾ പല സ്ഥലത്തുനിന്നും ഇഹ്റാം പ്രവേശിക്കുന്നത് കാണാൻ പറ്റും. വിമാനത്താവളത്തു നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് കാണാൻ സാധിക്കും. ആശയക്കുഴപ്പം ഉണ്ടാകണ്ട എന്നുള്ള നിലക്കാണ് പറയുന്നത്, ബേജാറാവണ്ട. നമ്മുടെ മീഖാത്ത് എത്തുന്നതിന് മുമ്പ് വിമാനത്തിൽ അറിയിപ്പുണ്ടാകും. അരമണിക്കൂർ മുമ്പേ ഒരു അറിയിപ്പുണ്ടാകും. ആരെങ്കിലും ഡ്രസ്സൊക്കെ മാറിയിട്ടില്ലെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മുമ്പ് വീണ്ടും ഒരു അറിയിപ്പുണ്ടാകും. മീഖാത്തിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഒരു അറിയിപ്പുണ്ടാകും. അത് അറബിയിലായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും, വളരെ നേരിയ സൗണ്ടിലൊക്കെ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, കിടന്നുറങ്ങി പോകരുത്, പരസ്പരം ഓർമ്മപ്പെടുത്തണം. നമ്മുടെ വിമാനം ജിദ്ദയിലെത്തുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ മീഖാത്തിലൂടെ നമ്മൾ പാസ് ചെയ്യും. ഒരു 25 മിനിറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. ചില വിമാനങ്ങളിലൊക്കെ നമ്മുടെ സീറ്റിന് മുമ്പിലുള്ള TV-യിൽ സ്ക്രീനിൽ നമുക്ക് മാപ്പ് ഇട്ടാൽ കാണാൻ വേണ്ടി സാധിക്കും മീഖാത്തിൽ എത്താനുള്ള സമയം, മീഖാത്തിൽ എപ്പോൾ എത്തും എന്നതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ വിമാനം
ജിദ്ദയിൽ ഇറങ്ങുന്ന ടൈം ഏതായാലും നമുക്കറിയാം. അതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പോൾ പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരെയും വിളിച്ചുണർത്തി, അമീർമാരുണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ എല്ലാവരും അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇനി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. എന്താണ്? കുളിക്കണം. ശരിയാണ്. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നുമൊക്കെ ശുദ്ധിയാകിച്ച ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. പക്ഷേ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ നിയ്യത്തോടു കൂടി തന്നെ കുളിക്കണം. ഇനി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവും. കുളിച്ച് നമ്മൾ ഇഹ്റാമിന് വേണ്ടി പിന്നെ ചെയ്യേണ്ടത് വസ്ത്രം മാറുക എന്നതാണ്. വസ്ത്രം മാറണം. അതിനു മുമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. അത് നമുക്ക് പറയാം. അതിൽ പെട്ടാണ് എന്ത്? നഖം മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ നമ്മുടെ നഖമൊക്കെ വെട്ടിക്കളയണം. കക്ഷരോമങ്ങളും രഹസ്യഭാഗത്തെ രോമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്ത് കളയണം. അതൊക്കെ ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽപ്പെട്ട സംഗതിയാണ്. അതൊക്കെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പോലും പറ്റില്ല. അതിനൊക്കെ സമയം പോലും നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നിർവഹിക്കണം. അപ്പം നഖവും മുടിയൊക്കെ നീക്കം ചെയ്ത് ശുദ്ധമായി കുളിച്ച് ഇനി വസ്ത്രം മാറണം. വസ്ത്രം മാറണം. ഏതാണ് വസ്ത്രം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതാ വസ്ത്രം? എല്ലാവർക്കും അറിയാലോ. ഒരു മുണ്ട് ഉടുക്കാനും ഒരു മുണ്ട് പുതയ്ക്കാനും. നമുക്ക് സ്ക്രീനിൽ വേണേൽ കാണാം. സാധാരണ ഇഹ്റാമിൻ്റെ വേഷം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അത് വെള്ള വസ്ത്രമായിരിക്കുന്നതാണ് ഉത്തമം. വെള്ളമില്ലാത്തൊരു വസ്ത്രം ധരിച്ച് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത് കഫം പുടവയും അതുപോലെ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ വെള്ളയാകലാണ് ഉത്തമം എന്നതാണ്. അപ്പോൾ ഒരു മുണ്ട് ഉടുക്കാനും ഒരു മുണ്ട് പുതയ്ക്കാനും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകൾക്കോ സാദാ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ഔറത്തൊക്കെ മറയുന്ന സാധാരണ വേഷമാണ് അവർ ധരിക്കേണ്ടത്. ഹജ്ജിന് പോകുമ്പോഴെങ്കിലും ഒരു നല്ല പർദ്ദയൊക്കെ വാങ്ങിക്കൊള്ളി. ശരി, അങ്ങനെ ഇഹ്റാമിൻ്റെ വേഷം ധരിച്ചു. പക്ഷെ നമ്മളിപ്പോൾ ഇഹ്റാമിലാണോ? അല്ല, ഇഹ്റാമിലായിട്ടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുക എവിടുന്നാണ്? മീഖാത്തിൽ നിന്നാണ്. മീഖാത്ത് എവിടെയാണ്? വിമാനത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചു മാറ്റി വസ്ത്രമൊക്കെ മാറി വിമാനത്തിൽ കയറി നമ്മൾ റെഡിയായിരുന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മീഖാത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വുദു വേണോ? വേണ്ട? രണ്ടഭിപ്രായമുണ്ട്. വുദു വേണോ? ഞാൻ ചോദിക്കട്ടെ, ആർത്തവമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കണോ വേണ്ടേ? വേണം. എന്താ കാരണം? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീഖാത്തിൽ നിന്നാണ് അല്ലേ? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീഖാത്തിൽ നിന്നായതുകൊണ്ട് മീഖാത്ത് മുറിച്ച് കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. ആർത്തവമുള്ള സ്ത്രീകൾ വരെ ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ വുദു നിർബന്ധമുണ്ടോ? ഇല്ല. അത് പ്രായോഗികവുമല്ല. ഒരു വിമാനത്തിൽ 400-500 ആളൊക്കെ ഉണ്ടെങ്കിൽ വുദു ഉണ്ടാക്കുക എന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വുദു വേണ്ടതില്ല. സാധാരണഗതിയിൽ നമുക്ക് വുദു ഉണ്ടാകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. വുദു എടുത്ത് തന്നെ നടക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതൊക്കെ ഓക്കെ. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വുദു എന്തില്ല? നിർബന്ധമില്ല. അപ്പം ഡ്രസ്സ് മാറി വിമാനത്തിൽ യാത്ര ചെയ്തു. 3-4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ മീഖാത്തിൻ്റെ നേരെ എത്തുക. അവിടുന്ന് ആരോ വിളിച്ച് പറഞ്ഞു മീഖാത്ത് എത്തുന്നുണ്ട്, വിമാനത്തിൽ അനൗൺസ്മെൻറ്റ് വന്നു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക? ഇഹ്റാമിൽ പ്രവേശിക്കൽ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കണോ? ഒന്നും വേണ്ട. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നതുപോലെ ആണോ ഇഹ്റാമിൽ പ്രവേശിക്കൽ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണോ? കൈ കെട്ടണോ? ഒന്നും വേണ്ട. മറിച്ച് ഉംറയുടെ നിയ്യത്ത് മനസ്സിൽ കരുതി അത് പറയലാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രൂപം. എന്താ നിയ്യത്ത്?
ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബൈക്ക് അല്ലാഹുമ്മ ഉംറ. അല്ലാഹുമ്മ ലബൈക ഉംറ എന്നും പറയാം. ഏതാണോ എളുപ്പമുള്ളത് പറയാം. അല്ലാഹുമ്മ ലബൈക ഉംറ അല്ലെങ്കിൽ ലബൈക്ക് അല്ലാഹുമ്മ ഉംറ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കർമ്മങ്ങളുടെയും നെയ്യത്ത് മനസ്സിൽ കരുതലാണ് ചെയ്യൽ. നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഒക്കെ മനസ്സിൽ കരുതലാണ് ചെയ്യൽ. ഹജ്ജിനും ഉംറക്കും ആ നെയ്യത്ത് മനസ്സിൽ കരുതുന്നതോടൊപ്പം പ്രവാചകൻ അത് പറയുക കൂടി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മളും ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയണം എന്ന് പറയുന്നത്. അത് പറയുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിലായി. എന്തിനു വേണ്ടിയുള്ള? ഉംറക്ക് വേണ്ടിയുള്ള ഇഹ്റാമിലായി. അപ്പോൾ ഹജ്ജിന് വേണ്ടിയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിലോ ലബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഹജ്ജിനുള്ള ഇഹ്റാമിലാവും. ഇങ്ങനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നമുക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ, അതുവരെ അനുവദനീയമായിരുന്ന ചില സംഗതികൾ ഈ കർമ്മം നിർവഹിച്ച് കഴിയുന്നത് വരെ താൽക്കാലികമായി നിഷിദ്ധമാകും, ചെയ്യാൻ പാടില്ലാത്തതാകും. അപ്പോൾ ഏതൊക്കെയാണ് ആ കർമ്മങ്ങൾ? ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങൾ? പറഞ്ഞോളൂ. പുരുഷന്മാർക്ക് പറ്റാത്തതുണ്ട്, സ്ത്രീകൾക്ക് പറ്റാത്തതുണ്ട്, രണ്ടു പേർക്കും പാടില്ലാത്തതുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്നറിയോ? ഇപ്പം ഉംറക്കാണെങ്കിൽ അതൊരു 5-8 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ എത്തി ഉംറയൊക്കെ നിർവഹിച്ച് കഴിയും, ഇഹ്റാമെന്ന് നമ്മൾ മോചിതരാകും. പക്ഷേ ഹജ്ജിന് 2 ദിവസത്തിലേറെ സമയമൊക്കെ നമ്മൾ ഇഹ്റാമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത സംഗതി ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഏതൊക്കെയാണ്? പുരുഷന്മാർക്ക് തല മറക്കാൻ പാടില്ല, തൊപ്പിയോ തലപ്പാവ് പോലുള്ള ഉപയോഗിക്കാൻ പാടില്ല. കുട ചൂടുന്നതിനോ പെട്ടി തലയിൽ വെക്കുന്നതിനോ ഒന്നും വിരോധമില്ല. അത് ആ സന്ദർഭം അനുസരിച്ച് അത് കഴിഞ്ഞു പോകും. പിന്നെ സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല, പുരുഷന്മാർക്ക് തല മറക്കാൻ പാടില്ല. പിന്നെ പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻസ്, അതുപോലെ ഷർട്ട്, ബനിയന്, അണ്ടർവെയർ, സോക്സ്, ഇതൊന്നും ധരിക്കാൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞു നഖം വെട്ടാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല, വിവാഹം പാടില്ല, വിവാഹാലോചന, വിവാഹ അന്വേഷണം ഒന്നും പാടില്ല, സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം പാടില്ല, വേട്ടയാടാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് പാടില്ലാത്ത സംഗതികളാണ്. മൊത്തത്തിൽ ഹജ്ജിൽ തർക്കങ്ങൾ പാടില്ല, സ്ത്രീ സല്ലാപങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചാൽ ഇങ്ങനെ ചില സംഗതികൾ നമുക്ക് നിഷിദ്ധമാകുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇനി അബദ്ധത്തിലോ മറന്നുകൊണ്ടോ ഒന്നായെന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ടതില്ല. സാധാരണഗതിയിൽ നമ്മളത് ഓർമ്മയിൽ വെക്കണം എന്നതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നഖം വെട്ടുക എന്ന പണി പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ കൊളുത്തിയിട്ട് നഖം ഒന്ന് കുറച്ചുകൊണ്ട് പറഞ്ഞു പോന്നു പോയാൽ അല്ലോ എൻ്റെ ഇഹ്റാം പൊളിഞ്ഞു പോയേ എന്ന് സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. അതുപോലെ മുടി ഒരല്പം കൈമൽ പോന്നു പോയി, അല്ലെങ്കിൽ നഖത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഒരു മുടി പോന്നു പോയാൽ മുടി വെട്ടി എന്ന് പറഞ്ഞാൽ, മുടി വെട്ടുക എന്ന കർമ്മം ചെയ്യരുത്, നഖം മുറിക്കുക എന്ന കർമ്മം ചെയ്യരുത് എന്നാണ് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുക. അങ്ങനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ വിമാനം ജിദ്ദയിലെത്തണമെങ്കിൽ 20-25 മിനിറ്റ് വീണ്ടും സമയമുണ്ട്. 25 മിനിറ്റ്, അരമണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താ പണി? ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തൽബിയത്ത് ചൊല്ലുക. എന്താണ് തൽബിയത്ത്? ഒന്ന് ചൊല്ലി നോക്കിയാട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. എല്ലാവരും കൂടി ഉച്ചത്തിൽ ലബ്ബൈക ചെല്ലുന്ന രംഗം നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു രംഗമാണത്. ഒരു വൈകാരികമായ പ്രഖ്യാപനങ്ങളാണ് ആ നടത്തുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് പുരുഷന്മാർ ഉച്ചത്തിൽ ചൊല്ലണം, സ്ത്രീകൾ അത്ര ഉച്ചത്തിലല്ലെങ്കിലും സ്ത്രീകളും ഇത് ചൊല്ലണം. ഇത് ഏതുവരെ എന്നറിയോ? കഅബയുടെ അടുത്തെത്തുന്നത് വരെയും എന്തു ചെയ്യണം? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക, അള്ളാഹുവെ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വരുന്നു എന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വരുന്നു. വേറെ ആരും വിളിക്കല്ല,
വേറെ ആരും പറഞ്ഞിട്ടല്ല. റബ്ബേ, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി നിൻ്റെ അടുക്കലേക്ക് നിൻ്റെ അതിഥിയായി ഞാനിതാ വരുന്നു പടച്ചോനെ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്. വീണ്ടും ആവർത്തിച്ച് പറയാം, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വരുന്നു. ആ കൂടെ പറയാം, ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല പടച്ചോനെ. നോക്കൂ നിങ്ങൾ, ഹജ്ജിലുടനീളം ഹജ്ജിന് എഹ്റാമിൽ പ്രവേശിച്ച് 8-ൻ്റെ അന്ന് എഹ്റാമിൽ പ്രവേശിച്ച് 9-ന് അറഫയിൽ പോയി മുസ്ദലിഫയിൽ രാത്രി കിടന്നുറങ്ങി 10-ൻ്റെ അന്ന് ജംറയിൽ വന്ന് കല്ലേറ് നടത്തുന്നത് വരെ എന്താ ചെല്ലേണ്ടത്? ഈ തൽബിയത്ത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് പറയാം, ലാ ശരീക ലക്, പടച്ചോനെ നിനക്കൊരു പങ്കുകാരനുമില്ല. അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ എന്നൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. ഒരു പങ്കുകാരനും അള്ളാഹുവിനില്ല. നമ്മളത് വകവെച്ച് കൊടുക്കുകയേ ചെയ്യരുത്. ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരാരെങ്കിലും എനിക്ക് തരും നമ്മൾ വിശ്വസിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് അള്ളാഹു അല്ലാത്തൊരാളുടെ സഹായം അഭൗതികമായി മറഞ്ഞ മാർഗത്തിൽ നമുക്ക് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പടച്ചോനെ നിനക്കൊരു പങ്കുകാരനുമില്ല, ലാ ശരീക ലക്. എന്നിട്ട് പറയാം, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇന്നൽ ഹംദ, സകല സ്തുതിയും പടച്ചോനെ നിനക്കാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയലില്ലേ? അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എപ്പോഴാണ് നമ്മൾ സ്തുതിക്കുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു സംഗതി നമുക്ക് കൈവരുമ്പോൾ, നമുക്കത് ലഭ്യമാകുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. അങ്ങനെ സ്തുതിക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇന്നൽ ഹംദ വന്നിഅമത്, സകല അനുഗ്രഹങ്ങളും പടച്ചോനെ നിൻ്റെതാണ്. എൻ്റെ ജീവൻ, എൻ്റെ ശരീരം, എൻ്റെ അവയവങ്ങൾ, എൻ്റെ ഇണ, അതുപോലെ എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പാദ്യം എല്ലാം നാഥാ നിൻ്റേതാണ്. നീ നൽകാത്ത ഒരനുഗ്രഹവും എൻ്റെ അടുക്കലില്ല പടച്ചോനെ. നീ അല്ലാതെ ഒരാളും എനിക്ക് അങ്ങനത്തെ അനുഗ്രഹം നൽകാനുമില്ല. വന്നിഅമത ലക്, സകല അനുഗ്രഹങ്ങളും നിൻ്റെതാണ്, നിനക്കുള്ളതാണ് പടച്ചോനെ എന്നാണ്. അത് മനസ്സറിഞ്ഞ് പറയണം. ലക വൽ മുൽക്ക്, വീണ്ടും പറയാം, മുൽക്ക് നിനക്കാണ് പടച്ചോനെ. എന്താ മുൽക്ക് എന്ന് പറഞ്ഞാൽ? മുൽക്ക് അധികാരം, രാജാവ്. മുൽക്ക് നിനക്കാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ച വാക്കാണത്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം, ആധിപത്യം, രാജാധികാരം അത് അള്ളാഹുവിനുള്ളതാണെന്ന്. എന്താണ് ഈ മുൽക്ക് എന്ന് പറഞ്ഞാൽ? നൽകാനും നൽകാതിരിക്കാനുമുള്ള അധികാരം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ നമ്മളത് പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവേ എനിക്ക് നൽകാനും നൽകാതിരിക്കാനുള്ള അധികാരം നിനക്കാണുള്ളത്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കുക. എന്തിനാണ് അങ്ങനെ സമ്മതിക്കുന്നത്? അങ്ങനെ സമ്മതിച്ചാൽ നമുക്ക് കിട്ടിയതിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല, കിട്ടാത്തതിൽ നമുക്ക് നിരാശയുണ്ടാവില്ല. കാരണം പടച്ചോൻ നൽകിയതാണ് എൻ്റെ അടുത്തുള്ളതൊക്കെ, അവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ അവൻ വിധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. മക്കളെക്കുറിച്ച് പറയുന്നിടത്തെ അള്ളാഹു ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനാണ് മുൽക്ക് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ്, യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂറ ഔ യുസബ്ബിജുഹും ദുക്റാനം വഇനാസ വയജഅലു മൻ യശാഉ അഖീമാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പെൺകുട്ടികളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആണും പെണ്ണും ഇണ കലർത്തി നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മക്കളെ നൽകാതെ വന്ധ്യരാക്കുകയും ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞാണ് മുൽക്ക് അള്ളാഹുവിനാണ് എന്ന്. ഇപ്പോൾ നമ്മൾ ലക്കവൽ മുൽക്ക് എന്ന് ഈണത്തിൽ തെൽബിയത്ത് ചൊല്ലുമ്പോഴേ ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. നമ്മൾ സാധാരണ നമസ്കാരത്തിന് ശേഷം ചെല്ലുന്നൊരു ദിക്റില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞ ഒരു കാര്യം നൽകുന്നവനില്ല, നീ നൽകുന്ന ഒരു കാര്യത്തെ തടയുന്നവനുമില്ല.
നിൻ്റെ വിധിയെ മാറ്റിമറിക്കുന്നവൻ ഒരാളുമില്ലാന്ന്. അതാണ് ഈ പറഞ്ഞ മുൽക്കിൻ്റെ അത്. അപ്പോൾ നമ്മൾ പറയുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അവസാനം വീണ്ടും പറയാം, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല പടച്ചവനെ എന്ന്. ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഷഹാദത്ത് അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്ന രംഗമാണ് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന രംഗം. ഇങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ജിദ്ദയിലെത്തും. ജിദ്ദയിൽ വിമാനം ഇറങ്ങും. വിമാനം ഇറങ്ങിയാൽ സാധാരണഗതിയിൽ നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകാം അവിടെ. പക്ഷേ ബേജാറാവേണ്ടതില്ല. ഇന്ത്യക്കാരുടെ കൊടിയൊക്കെ പിടിച്ച ആളുകൾ നിൽക്കുന്നുണ്ടാകും. അവിടെ ചെല്ലുക, നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിൽ സീൽ ചെയ്യിക്കുക. ചിലപ്പം കുറേ നേരം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ വളരെ വേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കും. ഏതായാലും പുറത്തെത്തുമ്പോൾ ആ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ വാഹനമുണ്ടാകും, ബസ്സിൽ നിങ്ങളെ മക്കയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ബസ്സിൽ കയറിയാലും മക്കയിലെത്തുന്നത് വരെയും എന്താണ് പണിയുള്ളത് നമുക്ക്? നമ്മളിപ്പോൾ ഇഹ്റാമിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ നിഷിദ്ധങ്ങളൊക്കെ നമുക്കുണ്ട്. അതോടൊപ്പം തെൽബിയത്ത് ചൊല്ലേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിൽ നമ്മുടെ റൂമിൻ്റെ അടുത്ത് എവിടെയാണോ നമ്മുടെ താമസ സ്ഥലം, ആ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെ ബസ് കൊണ്ടുവന്ന് നിൽക്കും. അവിടെ ഇറങ്ങുക, റൂമിൽ പോവുക, എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക. എന്നിട്ട് അത്യാവശ്യ സമയം കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഹറമിലേക്ക് പുറപ്പെടണം. അങ്ങനെ നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളൊക്കെ ഉണ്ട്. അഥവാ സാധാരണഗതിയിൽ ഒരാൾ ഒറ്റക്കൊന്നും അങ്ങനെ പോകേണ്ടതില്ല. 2, 3, 4 ആളുകൾ ഒരു ടീമായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് നമുക്ക് പരിചിതമുണ്ടാകണം. അവിടുന്ന് കാർഡ് ഉണ്ടാവും, ചിലപ്പം അത് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ അണിയാനുള്ള മാലയുണ്ടാകും, ചിലപ്പോൾ കയ്യിൽ ധരിക്കാനുള്ള വളയുണ്ടാകും. അതൊക്കെ നമ്മൾ എടുത്തിരിക്കണം. ഹോട്ടലിൻ്റെ പേര് പരിചയപ്പെടണം. അതുപോലെ പുറത്തിറങ്ങി ഒന്ന് ചുറ്റുഭാഗമൊക്കെ ഒന്ന് വെറുതെ നോക്കുന്നത് നല്ലതാണ്. തൊട്ടടുത്ത കെട്ടിടം ഏതാണ്, റോഡ് ഏതിലെയാണ് പോവുക, ഹറമിലേക്കുള്ള വഴി ഏതിലെയാണ് എന്നൊക്കെ. ചിലപ്പോൾ ദൂരെ അസീസിയയിലൊക്കെയാണ് താമസമെങ്കിൽ 1, 2 ബസ് കയറിയിട്ട് വേണ്ടി വരും ഹറമിൻ്റെ ഭാഗത്തെത്താൻ. അതൊക്കെ 1 ദിവസം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പരിചയമാകും. വളണ്ടിയേഴ്സൊക്കെ ഉണ്ടാകും, ബേജാറാവുമൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ അടുത്ത് എത്തുന്നത് വരെയും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഹറമിലേക്ക് കയറുന്നത് വരെയും. ഹറമിലേക്ക് കയറുമ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ വുളു വേണം. തുടക്കത്തിൽ തവാഫാണല്ലോ ഉള്ളത്. അപ്പോൾ തവാഫിന് വുളു വേണം. അതുകൊണ്ട് വുളു എടുത്ത് ശുദ്ധിയായിട്ട് വേണം നമ്മൾ കയറാൻ. സാധാരണ പള്ളിയേക്കാൾ ശ്രേഷ്ഠതയേറിയ പള്ളിയാണ് മസ്ജിദുൽ ഹറാം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അവിടെ സാധിക്കുമെങ്കിൽ ആദ്യം കയറിയാൽ എന്താ ചെയ്യേണ്ടത്? തവാഫാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു ജമാഅത്ത് നമസ്കാരം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ജമാഅത്തിൽ തുടർന്ന് നമസ്കരിക്കാൻ പറ്റും. അതല്ല, നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് മഗ്രിബ്, നമ്മൾ ഇശാക്ക് രാത്രി ഒരു 10 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമൊക്കെയാണ് ഹറമിലേക്ക് ചെല്ലുന്നത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മഗ്രിബും ഇശായും നമുക്ക് ജമ്മും കസറുമായിട്ട് അവിടുന്ന് വേണമെങ്കിൽ നമസ്കരിക്കാം. ആദ്യം നമസ്കരിക്കുന്നതാണ് നല്ലത്. ഉംറ ചെയ്യുന്നതിന് മുമ്പ് നമസ്കരിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് പുറത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ നമസ്കരിക്കാം. ഉള്ള ആളുകൾ കൂടിയിട്ട് ജമാഅത്തായിട്ടൊക്കെ നിർവഹിക്കാം. ആ നമസ്കാരമൊക്കെ നിർവഹിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് തവാഫ് ചെയ്യണം. ഉംറയുടെ കർമ്മം ഇഹ്റാം കഴിഞ്ഞു, ഇനിയുള്ളത് തവാഫാണല്ലോ. അപ്പോൾ ഈ തവാഫിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, നല്ല തിരക്കായിരിക്കും. കാരണം പോയ ആളുകൾക്കറിയാലോ, പള്ളിയുടെ ഭാഗത്ത് നമ്മൾ വാതിലിൽ കയറി ഇങ്ങനെ വന്നാൽ താഴോട്ട് ഇറങ്ങിയാണ് പോവുക. കുറച്ച് ദൂരം നടക്കുക, എന്നിട്ട് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങുക, വീണ്ടും നടക്കുക, വീണ്ടും ഒരു സ്റ്റെപ്പ് ഇറങ്ങുക, വീണ്ടും നടക്കുക. അങ്ങനെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇഹ്റാമിൻ്റെ വേഷം ധരിച്ച ആളുകളെ മാത്രമേ പുരുഷന്മാരെ കഅബയുടെ തൊട്ടടുത്തേക്ക് താഴേക്ക് വിടുള്ളൂ. മതാഫിലേക്ക്, കഅബയുടെ ചുറ്റും നടന്ന് തവാഫ് ചെയ്യുന്ന താഴെ ഭാഗത്തേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച പുരുഷന്മാരെ മാത്രമേ വിടുള്ളൂ. അത് കോവിഡിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു നിബന്ധനയാണ്. അത് അവർ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോഴും പാലിക്കുന്നു എന്ന് മാത്രം. സ്ത്രീകൾക്ക് പിന്നെ ഇഹ്റാമിന് പ്രത്യേക വസ്ത്രം ഇല്ലാത്തത് കൊണ്ട് അവരെ തടയാറില്ല. അവർക്ക് ഏത് സമയത്തും വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങിപ്പോകാം.
അപ്പോൾ ഏറ്റവും താഴോട്ട് എന്ന് പറഞ്ഞാൽ കഅബ നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു തടത്തിലാണ്. അതിന് നേരെ മുകളിൽ നമുക്ക് നിൽക്കാനും അവിടെ നമസ്കരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പള്ളി ചുറ്റുഭാഗത്തും പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുടെ മുകളിൽ ഏറ്റവും താഴെ എത്തി ഏറ്റവും താഴോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഇതൊരു മതപരമായ കർമ്മം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയല്ല, നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി ഒരു അര മിനിറ്റ് സമയമെങ്കിലും ആ വഴിയിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ട് താഴോട്ടൊന്ന് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 10,000-കണക്കിന് ആളുകൾ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ എന്തിനാ ഒന്ന് മാറി നിന്ന് നോക്കാൻ പറഞ്ഞതെന്ന് അറിയോ? വഴിയിൽ നിൽക്കാൻ പറ്റില്ല, കാരണം പുറകിൽ നിന്ന് വീണ്ടും ആളുകൾ വരും. അപ്പോൾ പോലീസുകാർ അവിടുന്ന് മാറാൻ വേണ്ടി പറയും, ത്വരയെന്ന് പറയും. അപ്പോൾ നമ്മൾ മാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറി നിന്ന് അവിടെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, എന്തായിരിക്കും കാണുക? നിങ്ങൾ പറഞ്ഞു കഅബയാണ് കാണുക. ഓക്കെ, കഅബ കാണാൻ മാത്രമൊന്നുമില്ല, നമ്മൾ കാണാൻ തിരയേണ്ട ആവശ്യമൊന്നുമില്ല. കഅബ വലിയൊരു കെട്ടിടമാണ്. നമുക്കത് വേണമെങ്കിൽ ഇതിന് മോഡൽ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് നമ്മൾ അന്വേഷിക്കും, ഒന്ന് കണ്ടെത്തും. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതെവിടെയാണ് എന്ന് ഒന്ന് അറിയണം. അതുപോലെ പിന്നെ മഖാമു ഇബ്രാഹിം നോക്കണം, അതെവിടെയാണ്, എന്തിനാണ് അത് നോക്കുന്നത്? അതിൻ്റെ പുറകിൽ നിന്നാണ് 2 റക്അത്ത് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കഅബയുടെ ഒരു മോഡൽ തന്നെ വെച്ചിട്ട് ഈ ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുതരാം. കുറച്ചുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, കഅബയല്ല, കഅബയുടെ ഒരു മോഡൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ വെറുതെ ഒന്ന് എന്താണ് താഴെ നടക്കുന്നത് എന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു ഞാൻ കഅബയുടെ മോഡൽ വെച്ചൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ കഅബ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണും, കാരണം അത്രയും വലിയ ഒരു കെട്ടിടമാണ്. കറുത്ത അടയാളത്തിൽ ഉള്ള കെട്ടിടമാണ്, കില്ല കൊണ്ട് മൂടിയിട്ടുള്ള കെട്ടിടം. ഇതിൽ നമ്മൾ അന്വേഷിക്കുക, നമ്മൾ തിരയുക എന്തിനെയായിരിക്കും? ഹജറുൽ അസ്വദിനെയാകും. അതിന് കാരണം അവിടെ വെച്ചാണ് നമുക്ക് തവാഫ് തുടങ്ങേണ്ടത്. പക്ഷേ ദൂരെ നിന്ന് നോക്കിയാൽ അത് കണ്ടോളണമെന്നില്ല. കാരണം ഹജറുൽ അസ്വദ് ഉള്ളത് കഅബയുടെ ഒരു മൂലയിലാണ്, അത് തന്നെ ഒരാൾ ഉയരത്തിലാണ്. ഒരുപാട് വലിയ ആളുകൾ നടക്കുന്നത് കൊണ്ട് നമുക്കത് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. ഇത് ഇങ്ങനെ നോക്കിയാൽ കഅബയുടെ 4 കോർണറുകൾ, ഈ 4 കോർണറുകളിൽ ഒരു കോർണറിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിനൊരു വലിയ ബോർഡർ, ഗോൾഡൻ കളറിലുള്ള ആ മൂലയിൽ കുറച്ച് വീതിയിലുള്ള ബോർഡർ കാണാൻ സാധിക്കും. വേറെ കഅബയുടെ മൂലക്കൊന്നും ബോർഡർ ഇല്ല. ഇപ്പുറത്തൊരു മൂലക്ക് ബോർഡർ ഉണ്ട്, റുക്നുൽ യമാനി എന്ന് പറയുന്നത്. അത് നേരിയ ഒരു ബോർഡറാണ്, ഫുള്ളായിട്ടുള്ള. അതേ സമയത്ത് ഹജറുൽ അസ്വദിൻ്റെ നേരെയുള്ള കോർണറിന് വീതിയുള്ള കഷ്ണമായിട്ടുള്ള ബോർഡർ ഉണ്ട്. ഇതിലാണ് ഹജറുൽ അസ്വദ് നിൽക്കുന്നത്. ഇതിവിടെ അടയാളം ഒന്ന് കാണാൻ വേണ്ടി അടയാളപ്പെടുത്തിയതേ ഉള്ളൂ. ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. ഇത് നമ്മൾ കണ്ടെത്തുന്നത് ഇത് കാണാൻ കഴിയില്ല, മറിച്ച് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നേരെ പള്ളിയുടെ ചുമരിൽ എന്തുണ്ട്? പച്ച ലൈറ്റുണ്ട്. ആ പച്ച ലൈറ്റ് അല്ല ഹജറുൽ അസ്വദ്, മറിച്ച് കഅബയുടെ ഏത് കോർണറിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ചുമരിൽ ഇതിൻ്റെ നേരെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ആ പച്ച ലൈറ്റ്. അതുപോലെ തന്നെ അത് താഴെ നിലയിൽ മാത്രമല്ല, ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്, ഏറ്റവും മുകളിലുമൊക്കെ അതുപോലെ പച്ച ലൈറ്റ് ആ നേരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാകും ആ നേരെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത് എന്നത്. പിന്നെ നമ്മൾ അന്വേഷിക്കുക, നേരത്തെ നിങ്ങൾ പറഞ്ഞു, രണ്ടാമത് നമ്മൾ അന്വേഷിക്കുക അല്ലെങ്കിൽ നമ്മൾ തിരയുക എന്തായിരിക്കും? മഖാമു ഇബ്രാഹിമാണ്. ഈ മഖാമു ഇബ്രാഹിം എന്തിനു വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്? അതിൻ്റെ പുറകിൽ നിന്ന് തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. അത് ഈ ചിലപ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ സ്ക്രീനിൽ കാണാം, മഖാമു ഇബ്രാഹിമിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇത് ഉള്ളത് ഈ ഹജറുൽ അസ്വദിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെയാണ്, മത്താഫിൽ തന്നെയാണ് മഖാമു ഇബ്രാഹിം ഉള്ളത്. അവിടെ മഖാമു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. ഒരു സ്തൂപം കണക്കെയാണ് അതുള്ളത്. ഒരാൾ ഉയരത്തിൽ, ഒരാളെക്കാളും ചിലപ്പോൾ ഉയരം ഉണ്ടാകും. പക്ഷേ അത് തൊട്ടുമുത്താനോ അത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനോ ഒന്നും നമ്മൾ പോകേണ്ടതില്ല. അങ്ങനെ ഒന്നും ഒരു കർമ്മവും ഹജ്ജിലോ ഉംറയിലോ ഇല്ല. അത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചൊരു സ്ഥലം. അതിലിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുക നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ 2 കാലടികൾ പോലെ കരിങ്കല്ലിൽ പതിഞ്ഞ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ അതിൻ്റെ പുറകിൽ നിന്നാണ് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കേണ്ടത്. ഇനി മൂന്നാമത് നിങ്ങൾക്ക് തിരയേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്
ഈ മക്കാം ഇബ്രാഹിം കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ അവിടെ തൊട്ടടുത്ത് നിന്നൊന്നും നിസ്കരിക്കാൻ കഴിയില്ല. കാരണം മക്കാം ഇബ്രാഹിം നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നേരെ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഒരിക്കലും അവിടെ നിന്ന് റുക്കുവും സുജൂദൊന്നും ചെയ്ത് നമസ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറകിലാണ് ഒഴിഞ്ഞ സ്ഥലം, ഇതിനു വേണ്ടി മാത്രം ബാരിക്കേഡ് വെച്ചിട്ട് മാറ്റിയുള്ള സ്ഥലമുണ്ട്. ഈ തടത്തിൽ തന്നെ കഅബ സ്ഥിതി ചെയ്യുന്ന ആ താഴെ തടത്തിൽ തന്നെ നമുക്ക് സുന്നത്ത് നമസ്കരിക്കാനുള്ള സ്ഥലം വേറെ തന്നെ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആ സ്ഥലം കൂടി നിങ്ങൾ നേരത്തെ ഒന്ന് കണ്ടു വെക്കണം. എന്തിനാണെന്നറിയോ? നമ്മൾ ചിലപ്പം ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കൂട്ടം തെറ്റിപ്പോകും. ഇപ്പോൾ രണ്ടാളാണ് ഇറങ്ങിയതെങ്കിൽ പോലും ഒരാൾ ഒരു വഴിക്കും മറ്റൊരാൾ വേറെ വഴിക്കായി പോകും. ചില ആളുകൾ ഇറങ്ങുന്നത് തന്നെ കൂട്ടം തെറ്റാനാണോ എന്ന് പോലും തോന്നിപ്പോകും. അത്ര പക്ഷേ അങ്ങനെ കൂട്ടം തെറ്റിപ്പോയാൽ അയാളെ തിരയുകയല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ തവാഫ് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. തിരയാനല്ലല്ലോ പോകുന്നത്, തവാഫിനല്ലേ പോകുന്നത്. അപ്പം ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കുക, ആ സുന്നത്ത് നമസ്കരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ തവാഫ് പൂർത്തിയാക്കിയിട്ട് അവിടെ വരും. അവിടെ സുന്നത്ത് നമസ്കരിച്ച് കാത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പിന്നെ ഫോൺ ചെയ്താൽ മതി. അല്ലാതെ ഈ തവാഫ് 7 തവാഫിനിടയിൽ ആളെ തിരയേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ ആ സ്ഥലവും കൂടി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹജറുൽ അസ്വദുള്ള കോർണർ ഏതാണെന്ന് മനസ്സിലാക്കി, മഖാമു ഇബ്രാഹിം എവിടെയാണെന്ന് മനസ്സിലാക്കി. നമുക്ക് സുന്നത്ത് നമസ്കരിക്കാനുള്ള സ്ഥലം അത് 2 കാര്യത്തിനാണ്. ഒന്ന് സുന്നത്ത് നമസ്കരിക്കാൻ, മറ്റൊന്ന് നമ്മൾ കൂട്ടം തെറ്റിപ്പോയാലും ബേജാറാവാതെ തവാഫ് പൂർത്തിയാക്കി നമുക്ക് ചെന്ന് ഇരിക്കാനുള്ള സ്ഥലം. അവിടെ നിന്നാൽ പിന്നെ നമ്മൾ കാണാതെ പോയ ആളൊക്കെ അവിടെ തന്നെ വരും, അവരും സുന്നത്ത് നമസ്കരിക്കാൻ അവിടെ വന്നാൽ മതി, എന്നിട്ട് പരസ്പരം കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നോക്കുക, 4മതൊരു സംഗതി സംസം വെള്ളം എവിടെയാണ് കിട്ടുക എന്നതാണ്. കാരണം തവാഫ് കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. സംസം കുടിക്കുന്ന സ്ഥലവും നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ സംസം വെള്ളം ഉണ്ടാകും. അപ്പോൾ ഈ 4 സംഗതിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് തവാഫ് ചെയ്തു നോക്കാം. റെഡിയാണോ? ഞാൻ തന്നെ വേണമെങ്കിൽ പിന്നെ നമ്മുടെ തവാഫിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്കൊരു തവാഫ് എങ്ങനെയാണ് തുടങ്ങുക എന്നും എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ളതും കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഏകദേശം നിരീക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വുദു വേണം. എന്ന് പറഞ്ഞാൽ തവാഫിന് വുദു വേണം എന്നതാണ് നിർദ്ദേശം. അതേസമയത്ത് സഅയിനൊന്നും വുദു ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വുദു എടുത്തിട്ട് വേണം വരാൻ. ഇനി അഥവാ വുദു നഷ്ടപ്പെട്ടാൽ നമ്മൾ പൂർത്തിയായ തവാഫിന് ശേഷമുള്ള ബാക്കി അതിന് നേരെ മുകളിലോട്ടൊന്ന് കയറിയാൽ മതി. പള്ളിയുടെ നേരെ മുകളിലോട്ട് കയറിയാൽ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയാൽ നമ്മൾ നോക്കി നിന്ന സ്ഥലമില്ലേ, അതിൻ്റെ അവിടെയുള്ള എല്ലാ കോണിൻ്റെ താഴെയും എന്തുണ്ട്, സൈഡിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വുദു എടുക്കാൻ വേറെ വേറെ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് വുദു എടുത്ത് വന്നിട്ട് ബാക്കി പൂർത്തിയാക്കണം. ഇപ്പോൾ 2.5 തവാഫിലാണ് വുദു നഷ്ടപ്പെട്ടതെങ്കിൽ 2.5 തവാഫ് മുതലല്ല തുടങ്ങാം, 2 തവാഫ് മുതൽ 3-ാമത്തെ മുതൽ തുടങ്ങണം. അങ്ങനെ 7 പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ തവാഫിന് ഇറങ്ങുമ്പോൾ ഒന്ന് വുദു വേണം. രണ്ടാമത്തത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രസ്സ്, ഈ മേൽവസ്ത്രം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും കഅബൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകുക. പക്ഷേ ആദ്യത്തെ തവാഫ് നമ്മൾ മക്കയിലെത്തി ചെയ്യുന്ന ആദ്യത്തെ തവാഫിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത് ഇഹ്റാമിൻ്റെ വസ്ത്രം ഇങ്ങനെ വലത് ചുമൽ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പുരുഷന്മാർ ഈ വേഷം ധരിക്കുന്നതാണ്. ഇതിന് ഇൽത്തിബാഗ് എന്നാണ് ഇതിന് പറയുക, അറബിയിൽ പറയുക ഇൽത്തിബാഗ് എന്നാണ്. അപ്പം അതിൻ്റെ പിന്നിലൊക്കെ വലിയ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ തവാഫിന് എന്ന് പറഞ്ഞാൽ ഉംറക്ക് നമ്മൾ എത്തിയിട്ട് ആദ്യം ചെയ്യുന്ന തവാഫിന്. ഹജ്ജിൻ്റെ തവാഫിന് ഇങ്ങനെ വേണ്ടതില്ല. ഹജ്ജിൻ്റെ തവാഫിന് ചിലപ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ മുടിയെടുത്ത് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വേഷം മാറ്റാം, സാധാരണ ഡ്രസ്സ് ധരിച്ചിട്ട് നമുക്ക് വന്നിട്ട് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ തവാഫിലാണ് ഈ ഇൽത്തിബാഗ് വേണ്ടത്. പിന്നെ ഒരു സംഗതി കൂടിയുള്ളത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യത്തെ 3 റൗണ്ട് ഒന്ന് കുലുങ്ങി നടക്കാം, ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന പോലെ കുലുങ്ങി നടക്കുക. അതിന് റംല് എന്നാണ് അറബിയിൽ പറയുക. അത് സാധിക്കുന്ന ആളുകൾ ചെയ്താൽ മതി, എല്ലാവർക്കും അത് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ വുദു വേണം, പുരുഷന്മാർ ഡ്രസ്സ് ഇൽത്തിബാഗ് ആയിരിക്കണം, പിന്നെ റംല് സാധിക്കുന്ന ആളുകളൊക്കെ റംല് പ്രകാരം നടക്കണം. ഇത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള വാതിലിലൂടെയാണ് വരുന്നത് എങ്കിൽ ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്, ഈ കോർണറിലാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തണം. അതിന് അപ്പുറത്ത് കൂടെ അങ്ങോട്ട് വരാൻ കഴിയില്ല, കാരണം ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് നടക്കുകയായിരിക്കും. കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ടാണ് തവാഫ് നടക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവരെ മുറിച്ച് കടന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഏത് വാതിലിലൂടെ കയറുകയാണെങ്കിലും ആളുകളുടെ കൂടെ കൂടിയിട്ട് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെ എത്തും? ഈ ഭാഗത്ത് ഹജറുൽ അസ്വദിൻ്റെ കഅബയുടെ ഈ മൂലയുടെ നേരെ എത്തും. അത് കുറച്ച് ദൂരെ അകലമൊക്കെ ആയിരിക്കും. അടുത്തുകൂടെ വരാൻ പറ്റുമെങ്കിൽ, തിരക്കില്ലാത്ത സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കുകയോ അതല്ലെങ്കിൽ അത് തൊട്ട് കൈമുത്തുകയോ ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മറ്റാളുകളെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ അവർക്ക് പ്രയാസം ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. അപ്പം നമ്മൾ ഈ നേരെ എത്തിയാൽ ആ തൊട്ടുമുത്താനോ അതല്ലെങ്കിൽ ചുംബിക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ അത് നിർബന്ധമുള്ള സംഗതി ഒന്നുമല്ല. അതിനുവേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞു, മറ്റാളുകളെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയുടെ ചുമരിൽ പച്ച ലൈറ്റ് ഉണ്ടാകും. ആ ലൈറ്റ് നേരെ എത്തുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഅബയുടെ നേരെ തിരിഞ്ഞ് ഹജറുൽ അസ്വദിൻ്റെ നേരെ തിരിഞ്ഞ് കൈ ഉയർത്തിയിട്ട്, വലത് കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തവാഫ് ആരംഭിക്കേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഇത് ഒന്നാമത്തേതിന് മാത്രമാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ കഅബ തവാഫ് ചെയ്യും. വീണ്ടും ഈ ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തുമ്പോഴാണ് ഒന്നാവുക. ആ സമയത്തും ഹജറുൽ അസ്വദിൻ്റെ നേരെ കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. അവിടെ വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. പക്ഷെ ആളുകളെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേൾക്കാം. കാരണം അവർ ചിലപ്പോൾ ഒന്നാമത്തേത് തുടങ്ങുകയായിരിക്കും. അപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവിടെയും പിന്നെ നമ്മൾ ബിസ്മില്ലാഹി എന്ന് പറയേണ്ടതില്ല. രണ്ടാമത്തേതിനും പിന്നെ 3, 4, 5, 6, 7നും നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ എന്നാണ് അതിൻ്റെ നേരെ എത്തുമ്പോൾ പറയേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ നേരെ എത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തവാഫ് ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ തവാഫിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരുപാട് വലിയ ദുആകൾ കാണാതെ പഠിക്കുകയോ അതല്ലെങ്കിൽ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതൊന്നുമില്ല. നമുക്കറിയാവുന്ന പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും തന്നെ നടത്തിയാൽ മതി. പല പ്രാർത്ഥനകളും പിന്നെ പുസ്തകങ്ങളിൽ നിങ്ങൾ കാണും. അപ്പോൾ അവിടെ ഉറക്കെ ആളുകൾ ചൊല്ലി കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വ ഇത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്റുകളൊക്കെ കേൾക്കാം. അത് വലിയ പിന്നെ കാണാതെ പഠിച്ചില്ല എന്ന് വിചാരിച്ച് പ്രയാസമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. അല്ലാഹുവേ, നിന്നിലുള്ള വിശ്വാസപ്രകാരം, നിൻ്റെ പ്രവാചകൻ്റെ ചര്യപ്രകാരം, നിന്നോടുള്ള കരാറ് പൂർത്തീകരിച്ചുകൊണ്ട്, നിൻ്റെ കിതാബിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ ഈ കഅബ ദേവാലയത്തെ തവാഫ് ചെയ്യുന്നു എന്ന ഉദ്ദേശത്തിൽ, എന്ന നെയ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തവാഫ് ആരംഭിക്കുന്നു. പിന്നീട് നമുക്ക് ഈ തവാഫ് നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് എല്ലാ ദിക്റുകളും ദുആകളും നമുക്ക് നടത്താം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഹജ്ജിന് വരുന്നത്, എന്തിനാണ് ഉംറയ്ക്ക് വരുന്നത്? സ്വർഗം കിട്ടാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതൊക്കെ അന്നേരം പറഞ്ഞത് എന്തിനാണ്? അതൊക്കെ നമ്മൾ ഈ സമയത്ത് ചോദിക്കണം. ഇത് ഒന്നാമത്തെ തവാഫിൽ ഇന്ന ചോദ്യം, ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ തവാഫിൽ ഇന്ന പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില കിതാബുകളിൽ ബുക്കുകൾ നിങ്ങൾ കാണും. പക്ഷെ അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് കാണാതെ പഠിക്കുക പ്രയാസപ്പെടേണ്ടതില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രാർത്ഥന ഒഴികെ. അതേതാണ്? അത് പഠിക്കാൻ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. അത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് കഅബയെ ഒരു തവണ ഇങ്ങനെ ചുറ്റിക്കഴിയുമ്പോൾ ഈ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങി അടുത്ത മൂലയിലെത്തി, മൂന്നാമത്തെ മൂലയിലെത്തി, നാലാമത്തെ കോർണർ ഇവിടെ ചെറിയൊരു ബോർഡർ ഉണ്ടാവും ഫുള്ളായിട്ട്. അത് റുക്നുൽ യമാനി എന്ന് പറയുന്ന കോർണറാണ്. റുക്നുൽ യമാനി ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ ബോർഡറാണ്. നേരത്തെ പറഞ്ഞ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തുള്ളതുപോലെ വലിയ ബോർഡറല്ല, ചെറിയ നേരിയ ഒരു ബോർഡർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് റുക്നുൽ യമാനി. അത് മനസ്സിലാക്കാൻ എളുപ്പം. ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുന്നേയുള്ള കോർണറാണ്. ഇതിന് ഹജറുൽ അസ്വദിനും ഇടയ്ക്ക് ഇത്രയും സ്ഥലത്ത് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണത്? അതെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. എളുപ്പമുള്ള പ്രാർത്ഥനയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയും പരലോകത്തെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥനയാണത്. നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. ഒരു പ്രയാസമില്ല, നമുക്ക് ഇഷ്ടം പോലെ തവണ പ്രാർത്ഥിക്കുക. ഇതിൽ ഇത്ര ദൂരെ കാണുന്നുണ്ടെങ്കിലും ഒരു 10-20 പ്രാവശ്യം നമുക്ക് സ്വയം ആ പ്രാർത്ഥന ചെല്ലാം.
പക്ഷെ അവിടെ ചില ആളുകൾ ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ കേൾക്കാം. റബ്ബന എന്ന് പറയുന്നു, എല്ലാവരും കൂടി റബ്ബന അറിയുന്നു. ആത്തിന എന്ന് പറയുന്നു, എല്ലാവരും കൂടി ആത്തിന എന്ന് പറയുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെല്ലാനുള്ള സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ സ്വയം ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10ഓ 15ഓ പ്രാവശ്യം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. എവിടെ? റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിൻ്റെ കോർണർ വരെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയാൽ എന്തായി? ഒന്നായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ നേരെ കൈ ഉയർത്തുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. വീണ്ടും രണ്ടാമത്തെ തവാഫ് നമ്മൾ നിർവഹിക്കുന്നു. ഈ രണ്ടാമത്തെ തവാഫും റുക്കുനുൽ യമാനിൻ്റെ അവിടെ എത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഇത് ഇങ്ങനെ 7 തവണ ഇത് പൂർത്തിയാക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കഅബയുടെ തൊട്ടടുത്തുകൂടെ നടക്കുകയാണോ നല്ലത്, അതല്ല കുറച്ച് ദൂരെ കൂടെ നടക്കുകയാണോ നല്ലത്? അടുത്തുകൂടെ ആകുമ്പോൾ വേഗം തീരും അല്ലേ, നല്ല തിക്കും കിട്ടും. പക്ഷെ ദൂരെ കൂടെ കുറച്ച് സാവകാശം ആർക്കും ശല്യമില്ലാതെ ശാന്തമായി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നീങ്ങാൻ നല്ലത് കുറച്ച് അകലത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ തിക്കും തിരക്കൊക്കെ കുറവായിരിക്കും. നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാം പ്രാർത്ഥിക്കാം. നേരത്തെ ചില ആഗ്രഹം പറഞ്ഞതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, വിവാഹം ശരിയാത്തവർക്ക് വിവാഹം ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. അതൊക്കെ പ്രാർത്ഥിക്കാനൊന്നും കുഴപ്പമില്ല. ഈ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ദുനിയാവിലെ സുഖം നീ ഞങ്ങൾക്ക് നൽകണേ, ദുനിയാവിൽ നീ നന്മ നൽകണേ, പരലോകത്ത് നീ നന്മ നൽകണേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അതിൽ ഉൾക്കൊള്ളും. എന്നാൽ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നടത്തത്തിനിടയിൽ ദുആ ചെയ്യാം. ഇങ്ങനെ നമ്മൾ 7 തവണ ഇത് പൂർത്തിയാക്കുകയാണ്. 7ാമത്തെ തവണ ഇവിടെ എത്തുമ്പോൾ ഇത് എങ്ങനെയാണ് എണ്ണം പിടിക്കുക? ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇത് എണ്ണം പിടിക്കുക എന്നുള്ളത്. എണ്ണം പിടിക്കാൻ കൈമലൊന്നും പിടിക്കാൻ ശരിയാവില്ല. ചിലർ ദസ്ബിയൊക്കെ കൊടുക്കാറുണ്ട്. അതും ചിലപ്പോൾ ഒരു കട്ട അധികം വീണു പോയാൽ എണ്ണമൊക്കെ പഴച്ചു. നല്ലത്, ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ 2, 3, 4 ആളുകൾ ഗ്രൂപ്പായിട്ടാണ് സാധാരണ ഇത് ചെയ്യുക. അപ്പോൾ തമ്മിൽ പറയലാണ് ഏറ്റവും നല്ല സംഗതി. തമ്മിൽ പറയുക, 1ആയി 2ആയി 3ആയി എന്ന് തമ്മിൽ പറഞ്ഞാൽ മതി. ഇനി അവസാനം എത്തുമ്പം 5ആയി, ഇനി 2 കൂടി ബാക്കി, ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂർത്തിയാക്കാം. ഇനി 2 ആൾക്കും ഇത് പഴച്ചു പോയാലോ, തെറ്റിപ്പോയാലോ, മറന്നു പോയാലോ, 3ആണോ 4ആണോ സംശയം, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? നമസ്കാരത്തിൽ 3 റക്അത്താണോ 4 റക്അത്താണോ സംശയം ഉണ്ടായാലും എന്താ ചെയ്യുക? സാധാരണ എന്താ ചെയ്യുക? നമ്മൾ പൂർത്തിയാക്കും അല്ലേ? ഉറപ്പുള്ളത് എടുക്കും, അഥവാ ചെറുതെടുക്കും. 3ഓ 4ഓ എന്ന് സംശയമാണെങ്കിൽ 3 ഉറപ്പാണ്, അപ്പോൾ 3 എടുത്തിട്ട് 4 പൂർത്തിയാക്കും. എന്നതുപോലെ തവാഫിലും 5ഓ 6ഓ എന്ന് സംശയമാണെങ്കിൽ 5ആയി എന്ന് ഉറപ്പിച്ചിട്ട് 6ഉം 7ഉം പിന്നീട് പൂർത്തിയാക്കണം. ഇങ്ങനെ നമ്മൾ 7ാമത്തെ തവാഫ് ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തുമ്പോൾ കഴിയും. അത് എത്തുന്നതിന് മുമ്പ് കയറി പോകരുത്. എത്തിയ ഉടനെയും അവിടുന്ന് തന്നെ കയറാൻ ശ്രമിക്കണ്ട. നമുക്ക് ഏതായാലും സുന്നത്ത് നമസ്കരിക്കണം, അതിനുള്ള സ്ഥലം നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് 7ാമത്തതും അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ആളുകളുടെ മുന്നിൽ കൂടെ തന്നെ നടക്കുക. ഏതുപോലെ ആദ്യം ഹജറുൽ അസ്വദ് എത്താൻ വേണ്ടി ആളുകളുടെ കൂടെ നടന്നില്ലേ, എന്നതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷവും ആളുകളുടെ കൂടെ കുറച്ചെങ്ങനെ നടക്കുക. ആ നടക്കുമ്പം ക്രമേണ വലതുഭാഗത്ത് ഒറ്റയടിക്ക് വലത്തോട്ട് തിരിഞ്ഞ് നടക്കുന്നതിന് പകരം ക്രമേണ നടന്ന് കുറച്ച് വലത്തോട്ട് ആളുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നമ്മൾ നേരത്തെ കണ്ട സുന്നത്ത് നമസ്കരിക്കുന്ന ആ സ്ഥലത്തെത്തും. അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് തവാഫ്. ഓരോ ചുറ്റലിനും തവാഫ് എന്നല്ല പറയാം, 7 റൗണ്ടിനും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? തവാഫ് എന്ന് പറയുന്നത്. ആ 7 റൗണ്ട് തവാഫ് കഴിഞ്ഞാലാണ് 2 റക്അത്ത് നിസ്കാരം. ഒരു റൗണ്ട് കഴിഞ്ഞ് പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം അങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ 7 കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2 റക്അത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ആ നമസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ അഥവാ കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ് ഓതേണ്ടത്. 2ാമത്തെ റക്അത്തിലോ സൂറത്ത് ഇഖ്ലാസ്. ഏതാ സൂറത്ത് ഇഖ്ലാസ്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുക. പിന്നെ ആ നമസ്കാരത്തിനൊരു പ്രത്യേകത എന്താണെന്നറിയോ?
ചില ആളുകളെങ്കിലും ജീവിതത്തിൽ ആദ്യമായി കഅബയുടെ മുറ്റത്ത് സുജൂദ് ചെയ്യുന്ന നമസ്കാരമായിരിക്കും അത്. ഈ കാലം അത്രയും കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നാണ് നമസ്കരിച്ചിട്ടുണ്ടാകുക. കഅബയുടെ ചിത്രമുള്ള മുസല്ലയിലൊക്കെ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ സാക്ഷാൽ കഅബയുടെ മുറ്റത്ത് സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്ന നമസ്കാരം അതൊരു വൈകാരികമായ നിമിഷമാണ്. ആ സുജൂദാകട്ടെ നമ്മുടെ റബ്ബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ്. നമസ്കാരം എവിടെയാണ് നടത്തുന്നത്? നാഥൻ്റെ വീടിൻ്റെ മുറ്റത്ത്. സുജൂദ് നാഥനോട് ഏറ്റവും അടുത്ത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ധാരാളമായി പ്രാർത്ഥിക്കുക. മലയാളത്തിൽ ഉറക്കെ പ്രാർത്ഥിക്കല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അറബിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ധാരാളമായി. തവാഫിൽ എന്തായിരുന്നു പണി? പ്രാർത്ഥന. ഈ നമസ്കാരത്തിലെ സുജൂദിലും എന്താണ് പണി? പ്രാർത്ഥന തന്നെ. അങ്ങനെ ദീർഘമായി സുജൂദ് ചെയ്ത് നമസ്കരിച്ച് സലാം വീട്ടി നമ്മളവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് എന്താ പണിയുള്ളത്? ഇനി പണിയുള്ളത് സംസം കുടിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിന് ശേഷം ധാരാളമായി സംസം കുടിച്ചിരുന്നു. അത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ സംസം നിറച്ച് വെച്ച വെള്ളപാത്രങ്ങൾ കാണാം. ഈ പിന്നെ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആളുകൾ സംസം കുടിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് സംസം എടുത്ത് കുടിക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകം പറയാനുള്ളൊരു സംഗതി, സ്ത്രീകളൊക്കെ ധാരാളമായി സംസം കുടിക്കണം, വെള്ളം കുടിക്കണം. മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും എന്ന് കരുതിയിട്ട് സംസം കുടിക്കാതിരിക്കരുത്. കാരണം മൂത്രത്തിൽ പഴുപ്പ് വരും, ഇൻഫെക്ഷനാകും, പിന്നീട് നിങ്ങൾക്ക് ഹജ്ജും ഒക്കെ പ്രയാസങ്ങളാകും, പനി വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ കൂടെ വന്നവർക്ക് പ്രയാസമാകും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. അതപ്പോൾ മാത്രമല്ല, അല്ലാത്ത സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് ചൂടുകാലമാണ്, നല്ല ഉഷ്ണമാണ്, ധാരാളമായി വെള്ളം കുടിക്കണം. യാത്രയൊക്കെ പോകുമ്പം വെള്ളത്തിൻ്റെ കുപ്പി നമ്മൾ കരുതുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെ തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞു, സംസം കുടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സഅയിന് വേണ്ടി പോവുകയാണ് വേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടം തെറ്റിയ ആളുകളൊക്കെ ഉണ്ടാകാം. അവരെ നമുക്ക് കാത്തിരിക്കാം. വേണമെങ്കിൽ കുറച്ചാകാം. നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർക്ക് തട്ടത്തിനൊക്കെ ഒരു പ്രത്യേക കളറോ തിരിച്ചറിയാൻ പറ്റിയ രൂപമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഹജ്ജ് കമ്മിറ്റിൻ്റെതൊക്കെ ആണെങ്കിൽ പ്രത്യേക പിന്നെ ഇന്ത്യയുടെ പതാകയുടെ ചിത്രമൊക്കെ അതുമേലുണ്ടാവും. അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും എളുപ്പത്തിൽ. പ്രൈവറ്റ് ഗ്രൂപ്പ് പോകുന്നവരാണെങ്കിൽ അവർക്ക് പ്രത്യേക തട്ടങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതായാലും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടം തെറ്റിയ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ സംസം കുടിച്ചിടത്ത് നിന്ന് പുറകിലേക്ക് നോക്കിയാൽ അവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇലൽ മസ്ആ എന്ന് പറയുന്ന ബോർഡ് കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഉംറയിൽ ചെയ്യാനുള്ളത്, ഇഹ്റാം കഴിഞ്ഞു, ഇഹ്റാം നമ്മൾ നേരത്തെ ചെയ്തു, തവാഫ് കഴിഞ്ഞു, ഇനി ചെയ്യാനുള്ളത് സഅയാണ്. എവിടെയാണ് സഅയ് ചെയ്യുക? എവിടെ സഅയ് ചെയ്യുക? സഫ മർവക്കിടയിലാണ്. സഫ മർവ എന്ന് പറയുന്നത് എന്താണ്? 2 കുന്നുകളാണ്. ഹാജറ ബീവി കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി കുട്ടി കരഞ്ഞപ്പം ആരെയെങ്കിലും കാണുമോ എന്ന് നോക്കിയിട്ട് കുന്നിൻ ചെരുവിലേക്ക് പാഞ്ഞിറങ്ങുകയും കയറുകയും ചെയ്ത 2 കുന്നുകളാണ് എന്ത്? സഫ മർവ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് വലിയ കുന്നുകളൊന്നുമല്ല. ഇന്നത് ഈ പള്ളിക്കകത്ത് തന്നെയാണ്. മാർബിൾ ഇട്ട് സാധാരണ പള്ളി പോലെ തന്നെ പള്ളിക്കകത്ത് AC ഉള്ള സ്ഥലം തന്നെയാണ് സഫ മർവ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് പുറകിലേക്ക് നോക്കിയാൽ ഇലൽ മസ്ആ എന്ന് ബോർഡ് അറബിയിലും ടു മസ്ആ എന്ന് ഇംഗ്ലീഷിലുമൊക്കെ എഴുതിയത് കാണാം. ആ ഭാഗത്ത് കൂടെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് നടന്നു പോയാൽ മതി. അപ്പം നമ്മൾ നേരത്തെ ഞാനിതിങ്ങനെ ഇട്ടത് തവാഫിന് ഇറങ്ങുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തവാഫ് കഴിഞ്ഞ് നമസ്കരിക്കാൻ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നമസ്കാരത്തിന് നമ്മുടെ ഡ്രസ്സ് പുരുഷന്മാർക്ക് ഇങ്ങനെ തന്നെ ഫുള്ള് മൂടാം. ഈ ഡ്രസ്സിലായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് 2 റക്അത്ത്. അത് കഴിഞ്ഞ് നമ്മൾ സഅയിന് പോകുന്നതും ഇങ്ങനെയാണ്. സഅയിന് പോകുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുമല് പുറത്താക്കണം എന്നില്ല. സാധാരണ പോലെ മൂടിയിട്ട് നമുക്ക് സഅയി ചെയ്യാം. അപ്പോൾ സഅയി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ വെള്ളം കുടിച്ചെടുത്തുനിന്ന് പുറകിലേക്ക് നോക്കി പള്ളിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറിയാൽ നമ്മളെ ആശുപത്രിയിലൊക്കെ വണ്ടി ഉന്തി കൊണ്ടുപോകാനുള്ള റാമ്പില്ലേ, കോണിക്ക് പകരമുള്ള സ്റ്റെപ്പില്ലാത്ത എന്നതുപോലെ ഒരു നേരിയ കയറ്റമാണ് സഫയിലേക്കുള്ളത്. അതിലൂടെ നമ്മളങ്ങനെ കയറി അങ്ങോട്ട് പോയാൽ കുറച്ച് ദൂരം നടന്നാൽ സഫയിലെത്തും. ഞാൻ പറഞ്ഞു പള്ളിക്കകത്ത് തന്നെയാണ്. അപ്പോൾ ആ സഫയിലേക്ക് നമ്മളിങ്ങനെ കയറി വന്ന് സഫയുടെ അടുത്തെത്തുമ്പം ഒന്ന് തിരിഞ്ഞു നിന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ഇടത്ത് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? കഅബയെ കാണാം. പള്ളിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ കഅബയെ കാണാം. ഈ സൈഡിൽ സഫ കുന്ന് കാണാം. കുന്നായിട്ടൊന്നുമില്ല,
ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ കമ്പി ചില്ല് വെച്ചിട്ട് മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് കുറച്ച് ഉയരത്തിൽ കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു അടയാളം ചിഹ്നം മാത്രമാണ് സഫ. നമുക്ക് ചിത്രത്തിൽ കാണാം, അത് നോക്കിയാൽ മതി. ആ സഫയിലേക്ക് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സൈഡിൽ മാറി നിന്നിട്ട് കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന ഖുർആൻ വചനം അവിടുന്ന് പാരായണം ചെയ്യണം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം എന്ന ഖുർആനിക വചനം. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പുസ്തകങ്ങളിലൊക്കെ അതുണ്ടാകും. ഖുർആൻ തഫ്സീർ എടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ആർക്കെങ്കിലും കാണാതെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ കൈപ്പുസ്തകം നോക്കിയിട്ട് അവിടുന്ന് പാരായണം ചെയ്യാവുന്നതാണ്. ഈ ഖുർആൻ ആയത്ത് മാത്രമല്ല, നമ്മൾ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ദിക്റുകളുണ്ട്. അതും എളുപ്പമുള്ളതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് നമ്മൾ ചെല്ലണം. എന്നിട്ട് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. എന്നിട്ട് അടുത്തൊരു ദിക്റ്, അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുള്ള ഒരു ദിക്റാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ അടിമയോട് ചെയ്ത വാഗ്ദാനം അത് നിറവേറ്റിയിരിക്കുന്നു, ശത്രുക്കളെ അവൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ആ ദിക്ർ കൂടി അവിടുന്ന് ചൊല്ലുക. വീണ്ടും ദുആ ചെയ്യുക. അപ്പം ആയത്ത് ഓതുന്നു, ദുആ ചെയ്യുന്നു. ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ ചൊല്ലുന്നു, എന്നിട്ട് കുറച്ച് ദുആ ചെയ്യുന്നു, വീണ്ടും അടുത്ത ദിക്ർ ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. ഇങ്ങനെ 3 തവണ നമുക്ക് അവിടുന്ന് ആവർത്തിക്കാം. പക്ഷേ ഇതൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ചിലപ്പോൾ അവിടെ പോലീസുകാർ സമ്മതിച്ചുകൊള്ളണം എന്നില്ല. കാരണം ടീമായിട്ട് നിന്നൊന്നും എന്തായാലും ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അവിടെ ആളുകൾ വരുന്ന വഴിയാണ്, തിരക്കുള്ള സമയത്താണെങ്കിൽ ഉന്തി പറഞ്ഞയക്കും പോലീസുകാർ. അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. സാധ്യമാകുന്ന വിധം ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സഫയിലെത്തും. സഫ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. സഫയുടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ സഫയിലെത്തി. ആ സഫ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതാണ് സഫ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഉയരത്തിലാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ മർവയിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. ഇതുപോലൊരു നീളത്തിലുള്ള വലിയ ഹാള് പോലെ ഒരു 300-350 മീറ്റർ നീളമുള്ള വഴിയാണ്, അല്ലെങ്കിൽ ഒരു ഹാളാണ് സഫ മർവക്കിടയിൽ ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് സഅയിന് വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെ നിന്നാണ് നടക്കുക. എന്താണ് നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും പ്രത്യേകം പറയേണ്ടതുണ്ടോ, നടുവിൽ എന്തെങ്കിലും പ്രത്യേകം പറയേണ്ടോ ഒന്നുമില്ല. ആകെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയ്ക്ക് സഫയിൽ നിന്നുകൊണ്ട് ഇറങ്ങിയ ഉടനെ കുറച്ചാണ്ട് കഴിയുമ്പോഴേക്കും മുകളിൽ സീലിങ്ങിൽ പച്ച ലൈറ്റ് അടയാളപ്പെടുത്തിയ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊന്ന് നേരത്തെ നമ്മൾ റംലിൽ പറഞ്ഞതുപോലെ ഒന്ന് കുലുങ്ങി നടക്കണം, പുരുഷന്മാർ മാത്രം. അത് വളരെ സ്പീഡിൽ ഓടൊന്നും വേണ്ട, സാവകാശം ഇങ്ങനെ ഒന്ന് കുലുങ്ങി നടക്കണം. സ്ത്രീകൾ ആ സമയത്ത് സാധാരണ പോലെ തന്നെ നടന്നാൽ മതി. പുരുഷന്മാർ ഈ പച്ച ലൈറ്റിൻ്റെ ബോർഡർ കഴിഞ്ഞ ശേഷം കുറച്ച് സാവകാശത്തിലായാൽ അവരുടെ കൂടെയുള്ള സ്ത്രീകളും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കൂടെ എത്തിക്കൊള്ളും. പിന്നെ അവിടുന്ന് ഒന്നിച്ചു പോയാൽ മതി. അങ്ങനെ നമ്മൾ സഫയിൽ നിന്ന് ഇറങ്ങി മർവയിലെത്തുമ്പോൾ ഒന്നായി. സഅയ് തവാഫിനെ പോലെ തന്നെ 7 എണ്ണമാണ്. പക്ഷേ തവാഫ് ഹജറുൽ അസ്വദ് മുതൽ ഹജറുൽ അസ്വദ് വരെയാണ് 1 എങ്കിൽ സഅയ് സഫ മുതൽ സഫ വരെ 1 അല്ല, സഫ മുതൽ മർവ വരെ 1, മർവയിൽ നിന്ന് സഫയിലേക്ക് വരുമ്പോൾ 2 ആകും. മർവയിലെത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ഇതിന് ഇടയ്ക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത്? നേരത്തെ തവാഫിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റുകൾ നടത്താം, ദുആകൾ നടത്താം. പ്രാർത്ഥിക്കന്നെ നമുക്കാവശ്യമുള്ളതെല്ലാം ചോദിക്കാം. അള്ളാഹുവിന് നൽകുന്നതിന് സന്തോഷമേ ഉള്ളൂ. ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹുവിന് വെറുപ്പുള്ള സംഗതി. അപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് സഫയിൽ നിന്ന് മർവയിലെത്തി. മർവയിൽ നിന്ന് ഒരല്പം തിരിഞ്ഞ് മാറി നിന്നിട്ട് കഅബയുടെ നേരെ തിരിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ വീണ്ടും പ്രാർത്ഥിക്കാം. അവിടെ ഈ ആയത്ത് ഓതേണ്ടതില്ല, മറിച്ച് ഈ 2 ദിക്റുകളും നമുക്ക് അവിടുന്ന് പറയാം. എന്നിട്ട് ദുആ ചെയ്യാം.
അവിടെയും അധിക സമയം നിൽക്കാൻ പോലീസുകാരൊന്നും സമ്മതിക്കില്ല. നമ്മൾ മർവയിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് വരുന്നു? സഫയിലേക്ക് വരുന്നു. അപ്പോൾ 2ആയി. സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തി 1, മർവയിൽ നിന്ന് സഫയിലെത്തി 2. വീണ്ടും സഫയിൽ നിന്ന് മർവയിലേക്ക് തന്നെ പോകും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ 3. മർവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക്. അപ്പോൾ 4. വീണ്ടും സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുന്നു. മർവയിലെത്തുമ്പോൾ 5. മർവയിൽ നിന്ന് സഫയിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ 6. അപ്പോഴേക്കൊരു വൈക്ക് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് പോകണം എന്നൊക്കെ പറയുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്, അതെനിക്ക് കഴിയില്ല, ബേജാറാക്കുകയാണോ പേടിപ്പിക്കുകയാണോ എന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ ആർക്കും കഴിയില്ല എന്ന് വിചാരിക്കുന്ന, പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പം ഉഷാറായിട്ട് ഇത് വേഗം നടന്ന് തീർക്കുക. നല്ല ആരോഗ്യമുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുക. ഏതായാലും ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിങ്കലാണ് ഹജറ ബീവി ഓടിയ ആ ഓട്ടത്തെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ക്ഷീണമോ പ്രയാസമോ വിഷമോ ഒന്നും നമുക്ക് തോന്നില്ല. അങ്ങനെ 7ാമത്തേത് വീണ്ടും നമ്മൾ എവിടേക്ക് നടക്കണം? മർവയിലേക്ക് നടക്കണം. എന്തിനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ തവണ നമ്മളെ കൊണ്ട് നടത്തിക്കുന്നത്? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ചില ആളുകളൊക്കെ പ്രയാസപ്പെട്ട് വയസ്സായിട്ടുള്ള, പ്രായമേറെ ചെന്നിട്ടുള്ള ആളുകൾ, വലിയ ശരീരമൊക്കെ ഉള്ള ആളുകൾ ബുദ്ധിമുട്ടി സഫയിലേക്ക് നിന്ന് മർവയിലേക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു കർമ്മം നിശ്ചയിച്ചത് ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ്. നമ്മളതിന് പൂർണ്ണമായും കീഴ്പ്പെടുകയാണ്. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുകയാണ് എന്ന ബോധവും എന്ന ആത്മസംതൃപ്തിയും നമുക്ക് വേണം. അങ്ങനെ നമ്മൾ 7ാമത്തേത് മർവയിലെത്തുകയാണ്. മർവയിലെത്തി അതോടുകൂടി നമ്മുടെ സഅയ് കഴിയാണ്. ആ മർവയിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള പണി കുറച്ച് നേരം കൂടി കഅബയുടെ നേരെ തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരെ അനുവദിക്കുമെങ്കിൽ മാത്രം നമുക്കവിടെ നിൽക്കാൻ കഴിയുള്ളൂ. വേഗം പറഞ്ഞ് പുറത്തേക്ക് വിടും, കാരണം അവിടെ നല്ല തിരക്കായിരിക്കും. അവിടെ 2 റക്അത്ത് നമസ്കാരമില്ല. നിങ്ങൾ പലരും അവിടെ നമസ്കരിക്കുന്നത് കാണും. ഏതുപോലെ തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്നതുപോലെ സഅയ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നമസ്കാരം അവിടെ ഇല്ല. പിന്നെ സഅയിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്, സഅയിൽ ഒളു നിർബന്ധമില്ല, ഉള്ളത് നല്ലതാണ്. അഥവാ ഒതു നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ബേജാറായി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒതു 2ാമത് എടുത്തു വരുമൊന്നും വേണ്ട, സഅയ് നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഉംറയുടെ കർമ്മങ്ങളിൽ തവാഫും കഴിഞ്ഞു, സഅയും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുടിയെടുക്കൽ മാത്രമാണ്. മുടിയെടുക്കൽ എങ്ങനെയാണ് മുടിയെടുക്കേണ്ടത്? പുരുഷന്മാർ തല പൂർണ്ണമായും മൊട്ടയടിക്കുകയാണ് വേണ്ടത്. പൂർണ്ണമായും മൊട്ടയടിക്കുക. ഇനി അഥവാ ഹജ്ജിൻ്റെ തൊട്ടടുത്ത ദിവസമൊക്കെ ആണെങ്കിൽ അവർക്ക് മുടി ഒന്ന് ചെറുതാക്കാം, കാരണം ഹജ്ജിന് വീണ്ടും മൊട്ടയടിക്കണമല്ലോ. അപ്പോൾ മുടി പൂർണ്ണമായും മൊട്ടയടിക്കുകയാണ് വേണ്ടത് പുരുഷന്മാർ. അതിന് അവിടെ നിന്നല്ല ചെയ്യേണ്ടത്. പല ആളുകളും അവിടെ വെച്ചിട്ട് തന്നെ കത്രിക എടുത്തിട്ട് ഇങ്ങനെ മുടി വെട്ടുന്നത് കാണാം. സ്ത്രീകൾ പോലും അവരുടെ ഔറത്താണ് മുടി, അതുപോലും അവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടുന്ന, പരസ്പരം വെട്ടുന്നതൊക്കെ കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പുറത്തേക്ക് പോരുക. പുറത്ത് വന്നിട്ട് ബാർബർ ഷാപ്പ് കയറിയിട്ട് പുരുഷന്മാർ പൂർണ്ണമായും മുടി മൊട്ടയടിക്കുക. അവരുടെ റൂം അടുത്താണെങ്കിൽ റൂമിൽ പോയിട്ട് പൈസ ആദ്യം എടുക്കണം. മൊട്ടയടിക്കാനുള്ള, മുടി വെട്ടാനുള്ള പണം എടുത്തിട്ട് വേണം പോകാനും ബാർബർ ഷാപ്പിൽ. അവിടെ പോയി മുടി മൊട്ടയടിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ റൂമിലെത്തിയതിന് ശേഷം അവരുടെ മുടി കൂട്ടിപ്പിടിച്ച് ഒരു വിരൽ തുമ്പ് കണക്കെ മുറിച്ച് കളയുക, കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളയുക. ഇതോടുകൂടി ഇങ്ങനെ നമ്മൾ മുടി എടുക്കുന്നതോടുകൂടി നമ്മുടെ ഉംറ കർമ്മം കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകും. അപ്പോൾ എന്താ തഹല്ലുലിൻ്റെ അർത്ഥം? തഹല്ലുൽ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഇഹ്റാം കൊണ്ട് നമുക്ക് നിഷിദ്ധമായിരുന്നത് എന്തൊക്കെയാണോ അത് ഹലാലാവുന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ സാധാരണ ജീവിതമാണ് നയിക്കാൻ പോകുന്നത്. നിബന്ധനകളില്ല, നിഷ്കർഷകൾ ഇല്ല. പക്ഷേ ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകി പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മയിലും സ്മരണയിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും പഠനത്തിലും അതുപോലെ ഹറമിലെ എല്ലാ വക്ത് ജമാഅത്ത് നമസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടായിരിക്കണം ആ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്. ഇതാണ് ഉംറയുടെ കാര്യം. ഒരു അല്പം വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഉംറ കഴിഞ്ഞ് ഇനി ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പറഞ്ഞതുപോലെ സാധിക്കുമെങ്കിൽ നമുക്ക് അവിടെ വന്ന് തവാഫ് ചെയ്യാം. ഹറമിലെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം. നാട്ടിലെ നമസ്കാരത്തേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള നമസ്കാരമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സാധിക്കുന്ന അത്രയും ഹറമിലെ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും പങ്കെടുക്കണം.
ഒഴിവുള്ള ചില സന്ദർഭങ്ങളിൽ ദിവസങ്ങളിൽ മക്കയും പരിസരത്തുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ ചിലപ്പോൾ കൊണ്ടുപോകും. ഹിറാ ഗുഹ പോലെയുള്ള തൗർ ഗുഹ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാം, പഠിക്കാം. അതോടൊപ്പം ദീനിയായി നല്ല തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 8-നാണ് പിന്നെ നമ്മൾ ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിക്കുക. അതെങ്ങനെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒരല്പം റെസ്റ്റ് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.